എല്ലാവർക്കും നമസ്കാരം. സൈഡൊക്കെ മുറിഞ്ഞ് എന്നാലും ഉള്ളൊക്കെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അരി മാത്രം 8 മണിക്കൂർ കുതിർത്തി വെച്ച് പിറ്റേ ദിവസം അരച്ച് തയ്യാറാക്കാൻ പറ്റുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പച്ചരി 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് നന്നായി കഴുകിയതിന് ശേഷം കുതിർത്തി വയ്ക്കാം. 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് അയ്യാറട്ടിൻ്റെ റോ റൈസാണ്. നമ്മൾ സാധാരണ പച്ചരി ആണെങ്കിലും 8 മണിക്കൂറെങ്കിലും മിനിമം കഴുകി കുതിർത്തി വയ്ക്കാൻ ശ്രദ്ധിക്കണം. നന്നായി കുതിർന്നു വന്ന പച്ചരി പിറ്റേന്ന് രാവിലെ അല്ലെങ്കിൽ 8 മണിക്കൂറിന് ശേഷം ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പച്ചരി എടുക്കുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് എടുക്കാം. അര കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചോറ് എടുക്കാം. വൈറ്റ് റൈസോ ഇതുപോലുള്ള ബോയിൽഡ് റൈസോ എടുക്കാം. ഇനി ചോറ് അവൈലബിൾ അല്ലെങ്കിൽ അര കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് വരെ വെള്ള അവലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പത്തിന് നല്ലൊരു കളർ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. ഈ ഒരു മിക്സി ജാറിലെ ഇൻഗ്രീഡിയൻസിൻ്റെ അതേ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഇത് അതേ ലെവലിൽ തന്നെ വരും. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഇൻഗ്രീഡിയൻസ് മുങ്ങിക്കിടക്കാൻ പാകത്തിന്, കറക്റ്റ് ലെവലിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കാം. ഇനി ഇത് അരച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അരച്ചെടുത്ത മിക്സിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇത് മുഴുവനായിട്ട് അരഞ്ഞു വന്നിട്ടില്ല. മുഴുവനായിട്ട് ഈസ്റ്റ് ഇട്ട് അരക്കുന്നതിനേക്കാട്ടിലും പകുതി അരച്ചതിന് ശേഷം ഈസ്റ്റ് ചേർത്ത് അരക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്. രണ്ട് മിനിറ്റ് കൂടി നല്ല ഹൈയിൽ അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പത്തിൻ്റെ മാവ് എപ്പോഴും വെക്കുമ്പോൾ കുറച്ച് വലിയ ബൗളിൽ ഒഴിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് നന്നായി പൊന്തി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലമുള്ള പാത്രത്തിൽ ഇത് ഒഴിച്ച് വയ്ക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ കുറച്ചും കൂടി നന്നായത് പൊന്തി കിട്ടും. ഏകദേശം ഒരു 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂറിൽ ഈ മാവ് നല്ലതുപോലെ പൊന്തി വരും. പൊന്തി വന്നതിന് ശേഷം അപ്പം ചുട്ടെടുക്കാം. ഉപ്പച്ചട്ടി വെച്ച് ഹൈ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചൂടായതിനു ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായി ഒന്ന് കറക്കി എടുക്കാം. കറക്കി എടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ചട്ടിക്ക് നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് പുറത്ത് ഇതുപോലെ ഹോൾസ് വരുള്ളൂ, അല്ലെങ്കിൽ ഹോൾസ് വരാൻ പാടായിരിക്കും. ഇതുപോലെ നന്നായി ഹോൾസ് വന്നതിന് ശേഷം മാത്രം അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം. അടച്ച് വെക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ടെടുക്കേണ്ടത്. അതുവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യൽ. ആ ഒരു ചട്ടിയുടെ ഹീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമാണ് അപ്പം നന്നായി കിട്ടുള്ളൂ. ഇത് നന്നായി സൈഡൊക്കെ മുരിഞ്ഞ് ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഹോൾസൊക്കെ വരുമ്പോഴാണ് വളരെ പെട്ടെന്ന് അത് നന്നായി വെന്ത് കിട്ടുന്നത്. നല്ല സോഫ്റ്റായ അപ്പമാണ്, എന്നാൽ സൈഡൊക്കെ മുരിഞ്ഞ് ക്രിസ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്. തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. തലേന്ന് അരി കുതിർത്തി വെച്ചാൽ രാവിലെ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പം എന്ന് പറയുന്നത്. ഇങ്ങനെ ബാക്കിയുള്ള ബാറ്റർ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം നമുക്ക് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത ഒരു അപ്പമാണ്.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.